Oh my god, oh my god. I don't know how excited I am. This is like എൻ്റെ പൊന്നു മക്കളെ 7 മണി എന്ന് പറഞ്ഞ പക്ക ഷാർപ്പ് 7 PM കൂലി ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. തലൈവർ ദിനം, ഇന്ന് തലൈവർ ദിനമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക എന്ന് വേണ്ട വോൾ ഇന്ത്യ was waiting for this moment. 7 മണി എന്നുള്ള ടൈം എജാതി വെയിറ്റിംഗ് എന്ന് പറയുന്നത് റെക്കോർഡുകൾ കടപുഴകി എറിയും. 4 മിനിറ്റിലെ 3 ലക്ഷം വ്യൂസ് ആണ് ഇപ്പൊ കയറാൻ പോകുന്നത്. എന്റെ അമ്മ അധികം വർത്താനം പറയുന്നില്ല. ജസ്റ്റ് ഹാവ് തലൈവർ ദർശനം. ലെറ്റ്സ് ഗോ മാൻ. സൂപ്പർ സ്റ്റാർ രജനികാന്ത് തലൈവർ കൂലി. ഹിയർ വി ഗോ മാൻ. ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. இந்த நெட்வொர்க்கால மட்டும் அவனுங்க பெரிய ஆளான மாதிரி அவனுங்க உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. ஒரு இடம் தோட்டம் இறக்குடா 10 வெட்டிச்சு செலறணும். 30 வருஷமா ஒருத்தன் ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரியுது. எனக்கு நான் எங்கேயோ பார்த்த மாதிரி இருக்கு. Vendra. Elsa Vendra. Udi Hassan. What's going on? We're gone, man. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். Epic, man. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்கு. Man, mind blowing, amazing on the Mona. Talaivar show. Gentlemen, ആ ലാസ്റ്റ് സീൻ ഭാഷയിലെ ആ സിഗരറ്റ് വെച്ചിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിഗരറ്റ് സ്റ്റൈൽ മന്നൻ. ഓ മൈ ഗോഡ്, I don't know യൂട്യൂബിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു യാതൊരു ഐഡിയ ഇല്ല. ദിസ് ഈസ് ഗോണ ബ്ലാസ്റ്റ് ലൈക്ക് എനിത്തിങ്. എന്റെ മോനെ എന്താ ഇപ്പൊ കണ്ടത്? സൗബിൻ, നാഗാർജുന, അമീർ ഖാൻ എച്ചാതി സ്റ്റൈലടേ. സ്റ്റൈൽ പക്ക വില്ലനിസം. നാഗാർജുന, സൗബിൻ, ശ്രുതി ഹസൻ ആൻഡ് ഉപേന്ദ്ര, റിയൽ സ്റ്റാർ ഉപേന്ദ്ര ആൻഡ് സത്യരാജ്. അതിനൊക്കെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ തലൈവർ സൂപ്പർ സ്റ്റാർ രജനികാന്ത്. എന്റെ മോനെ, ഇന്ത്യക്ക് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് നമുക്കത് only one face will come to our mind, that is Talaivar Rajinikanth. That's the only superstar we have.
ബാക്കി ആരെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു മാസ് ദാറ്റ് ഓറ അല്ലെങ്കിൽ ദാറ്റ് സ്വാഗ് ഈ വയസ്സിലും 74-ാം വയസ്സിലും 75-ാം വയസ്സിലും ഈ ഒരു സ്വാഗ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ യാ മോനെ ദാറ്റ് കൂലി എനിക്ക് തോന്നുന്നു 1000 crore ഫസ്റ്റ് 1000 crore ഫിലിം ഇൻ കോളിവുഡ് 1000 മുകളിൽ പോകുന്നുള്ള ഒരു ഇതുണ്ട് എന്തായാലും. ആ ഒരു പവർ മാൻ, ദിസ് ഇസ് എ പവർ ഹൗസ് ആണ്. കന്നഡയിൽ നിന്നുള്ള സ്റ്റാർ, തെലുങ്കിൽ നിന്നുള്ള സ്റ്റാർ, സൗബിൻ മലയാളത്തിൽ നിന്നുണ്ട്, ആൻഡ് രജനീകാന്ത്. എന്റെ മക്കളെ വേറെ ലെവലിൽ വെച്ചിട്ടുണ്ട്. ലോകേഷ് കനകരാജ് ഇതൊരു ബ്ലഡ് ബാത്ത് ആവാനുള്ള സംഭവമുണ്ട്. ബിക്കോസ് ഓഫ് കൂലി എഴുതിയ ആ ഒരു സംഭവം ഫുള്ള് ബ്ലഡിലാണ്, വയലൻസ് ആണ്. എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ദാറ്റ് ബിക്കോസ് ഓഫ് ദ വയലൻസ് ആൻഡ് ദർ ഇസ് നോ കോംപ്രമൈസ് ഓൺ വയലൻസ് എന്നാണ് ഇതിന്റെ ലോകേഷ് കനകരാജിന്റെ ക്രൂ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ആ ഒരു എന്താണ് ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിലേക്കുള്ള ഒരു പക്ക എൻട്രി, ദേവ എന്ന ക്യാരക്ടറിന്റെ ഒരു പക്ക എൻട്രി. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നതിൽ ഇത് ആയിരിക്കും. ഈവൻ ലിയോൻ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് കൈതി ആൻഡ് വിക്രം. ഒബ്വിയസ്ലി കൈതി ആൻഡ് വിക്രമാണ്, റോളക്സ് എന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇത് അതിനേക്കാൾ മുകളിൽ പോകുമോ എന്നുള്ള ഒരു സംശയം എന്തായാലും ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഇൻ ലോകേഷ് കനകരാജിന്റെ ആ യൂണിവേഴ്സിലെ ബെസ്റ്റ് ഫിലിം ആയിട്ട് എന്തായാലും വരും. ആൻഡ് സൗബിനും രജനീകാന്ത് ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്ന സീന് എന്റെ മോനെ എനിക്ക് ഭയങ്കര കോരിത്തരിപ്പിക്കുന്ന ആ ഒരു 2-3 സീൻസ് എന്റെ മോനെ വേറെ ലെവലാണ്. എന്റെ അമീർ ഖാനെ കുറിച്ചൊന്നും പറയാനില്ല. അമുപ്ര ആ ഒരു സ്വാഗിലെ എജ്ജാജ് സ്വാഗാണ്. നാഗാർജുന ഭയങ്കര ഒരു വില്ലൻ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഇനി അറിയേണ്ടത് നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ക്യാമിയോ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, ഈ ആ ഒരു യൂണിവേഴ്സ് എന്നുള്ള വേറെ ആരെങ്കിലും ഉണ്ട്. ഇനിയിപ്പോ റോളക്സോ മറ്റോ വന്നു കഴിഞ്ഞാൽ എന്റെ മോനെ എജ്ജാതി ആയിരിക്കും തിയേറ്ററിൽ. ഓഗസ്റ്റ് 14 മക്കളെ ഫസ്റ്റ് ഷോ എന്തായാലും ഞാൻ ഉണ്ടാവും. ഇത് കാണുമ്പോഴില്ല ഒരു തിയേറ്റർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അജ്ജാതി സംഭവമായിരിക്കും. വിക്രം കണ്ടതിൽ മുതൽ വിക്രമായിരുന്നു ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും കണ്ടത്. വിസിലടിയും ബഹളങ്ങൾ, എന്റെ മോനെ ഗൂസ് ബംസ് ആൻഡ് ആക്ഷൻ സീൻസ്, എജ്ജാതി ആക്ഷൻ സീൻസ് പൊരിക്കും. ഇത് ഗോയിങ് ടു ബ്ലാസ്റ്റ്, മാർക്ക് മൈ വേർഡ്സ്. അതെല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും പക്ക വെയിറ്റിംഗ് ഫോർ തലൈവർ താണ്ഡവത്തിനായുള്ള വെയിറ്റിംഗ് ആണ് ഇനി ഓഗസ്റ്റ് 14 വരെ. സോ അതുവരേക്കും വണക്കം മക്കളെ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തലവർക്ക് വേണ്ടി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് വേണ്ടി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബോൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.